എപ്പോഴും വളരെ ഹാപ്പി ആയിട്ട് കണ്ടിരുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് ചിന്നു പാറു എന്ന ഈ രേഷ്മ. 25 വയസ്സാണ്. കഴിഞ്ഞ ദിവസം കേൾക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത, ഇവർ ജീവനൊടുക്കിയെന്ന ഒരു വാർത്ത. എന്തായിരുന്നു കാരണം? പല കാരണങ്ങൾ പറയുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങളാണ്. കുടുംബ പ്രശ്നം ഇപ്പോൾ ജീവിക്കുന്നത് വിവാഹം കഴിക്കാതെ ഒരു ആൺ സുഹൃത്തുമായിട്ടാണ്. ഈ ആൺ സുഹൃത്തുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ജീവനൊടുക്കാൻ കാരണം എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഒരു 5 വർഷം മുൻപ് പ്രണയിച്ചിട്ടാണ് ഈ രേഷ്മ എന്ന ചിന്നു പാറു വിവാഹം കഴിച്ചത്. ആ വിവാഹത്തിൽ ഇവർക്ക് 4 വയസ്സുള്ള കുട്ടിയുണ്ട്. അയാളുമായിട്ട് പിന്നീട് പ്രശ്നങ്ങളായത്, അത് ഡിവോഴ്സിലെത്തി. ആ ഡിവോഴ്സിന് ശേഷം ഇവരൊരു വാടക വീട്ടിൽ ഒറ്റക്കാണ് കഴിഞ്ഞിരുന്നത്. കൂടെ ഈ ആൺസുഹൃത്തുണ്ട്. നമ്മൾ ഈ ചിരിച്ചിട്ട് കാണിക്കുന്ന പല ഇൻഫ്ലുവൻസ്മാരുടെയും ഒന്നും സ്വകാര്യ ജീവിതം അത്ര ചിരിയോ സന്തോഷങ്ങളോ ഉള്ളതല്ല. ഈ ചിന്നുപാറു എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഇൻസ്റ്റയിലൊക്കെ 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. ഇവർ ഈ പ്രൊമോഷൻ വീഡിയോകൾ, അത് പുറപ്പോൾ ഒരു കർണാടക, തുളു, കാസർഗോഡ് ഭാഷകളൊക്കെ സമന്വയിപ്പിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു പ്രസൻറ്റേഷൻ സ്റ്റൈലാണ് ചിന്നുപാറുവിൻ്റേത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ലൊരു തരം ആരാധകരുണ്ട്. പ്രധാനമായിട്ടും യാത്രകളും അതേപോലെ കിച്ചൺ വ്ളോഗുമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ പ്രൊമോഷൻ വീഡിയോകൾ. ഭർത്താവുമായിട്ട് പ്രശ്നങ്ങളായി അത് ഡിവോഴ്സിലേക്ക് എത്തി. കുഞ്ഞിനെ സ്വന്തം വീട്ടിലാക്കിയെന്നും പറഞ്ഞ് കേൾക്കുന്നത്, അതിലെ ഭർത്താവാണ് നോക്കുന്നതും പറഞ്ഞ് കേൾക്കുന്നത്. ഏതായാലും ഇവരെ കൂടെ അല്ല കുട്ടി ഉണ്ടായിരുന്നത്. ഇവർ ഇങ്ങനെ ഈ പ്രൊമോഷനൊക്കെ ആയിട്ട് പോകുന്ന കാരണം എപ്പോഴും കുട്ടീനായിട്ട് ഇരിക്കാനും പറ്റില്ല. അപ്പോൾ എന്നിട്ട് ഒരു ആൺ സുഹൃത്തിൻ്റെ കൂടെ കൂടിയിട്ട് ആ ജീവിതം എവിടേക്ക് എത്തുക, അതൊരിക്കലും സന്തോഷമായിട്ട് പോവില്ല. ഇത് ഇന്നത്തെ പെൺകുട്ടികൾക്ക് മനസ്സിലാവില്ല. നമുക്ക് ഈ മനസ്സമാധാനം എന്നുള്ളത് അല്ലെങ്കിൽ സന്തോഷം എന്നുള്ളത് പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. അത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. നമ്മൾ ഉണ്ടാക്കി തീർക്കുന്ന മനപ്രയാസങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്, അല്ലാതെ പുറത്തുനിന്ന് വരുന്നതൊന്നല്ല. എൻ്റെ സന്തോഷങ്ങൾ എന്നുള്ളത് ഞാൻ കണ്ടെത്തേണ്ടുന്ന ഒന്നാണ്. അതെൻ്റെ കൂടെ ജീവിക്കുന്നതിൻ്റെ ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ മാത്രം എനിക്ക് കിട്ടുന്നതാണെങ്കിൽ അവരുടെ പെരുമാറ്റ രീതികളനുസരിച്ച് ഞാൻ ദുഃഖത്തിൽ ജീവിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ മനസ്സമാധാനത്തിൻ്റെ താക്കോല് എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും എവിടെയും പരാജയപ്പെടേണ്ടി വരില്ല. ഒരു രേഷ്മയുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ, നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും രേഷ്മയുടെ വീഡിയോ ചിന്നുപാറു എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. 25 വയസ്സുള്ളൂ. ഒരു കാസർഗോഡാണ്, ആദൂർ സ്റ്റേഷൻ പരിധിയിലാണ് ഇവരുടെ വീട്. എന്തായാലും ഇത് ലഹരി ഇടപാടുമായിട്ട് ബന്ധമുള്ളതൊക്കെ അന്വേഷിക്കുന്നൊക്കെ മാതൃഭൂമിയിലുണ്ട്. ഈ ഒരു ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതുണ്ട്. ഇതിൽ അവൻ്റെ മൊഴിയെടുക്കാൻ പോകുന്നുണ്ട്. ഈ ആൺ സുഹൃത്ത് വന്ന് നോക്കുമ്പോൾ അദ്ദേഹം പണിക്ക് പോയ സമയമാണ്. വന്ന് നോക്കുമ്പോഴാണ് ഇവർ തൂങ്ങി നിൽക്കുന്നതിൽ കണ്ടത്. അങ്ങനെ ആളെ കൂട്ടി ഇവർ അറിയിച്ചിട്ടാണ് ഇവർ മരണപ്പെട്ടു എന്നുള്ളത്. നമ്മൾ മാന്യമാകുന്ന രീതിയിലുള്ള കുടുംബാന്തരീക്ഷം മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം. നമ്മൾ ഡിവോഴ്സ് ചെയ്തൊരു സാഹചര്യം ഉണ്ട് വിചാരിച്ചോ, അതിന് നമ്മൾ ഓവർകം ചെയ്യണം. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം, അല്ലാതെ മരിച്ച് തകർന്നു കൊടുക്കല്ല. ഡിവോഴ്സ് അല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പിന്നീട് വന്ന ആൺ സുഹൃത്താണ് പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നത്.